ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷം അല്ല കേട്ടോ, ഇനി വരാനിരിക്കുന്ന വിശേഷമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്ന് നമുക്ക് വിശേഷമില്ല, ഇന്ന് നമുക്ക് എപ്പിസോഡ് ഇല്ല കേട്ടോ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. ഇപ്പൊ ഞാൻ തിങ്കളാഴ്ച വരാനിരിക്കുന്ന കഥയാണ് പറയുന്നത്, അതായത് ഇന്നലെ കണ്ടതിന്റെ ബാലൻസ് കഥ. അപ്പം നെക്സ്റ്റ് വീക്ക് പ്രമോ നമുക്ക് നാളെയോ ഇന്ന് ഉച്ചയ്ക്കോ ഒക്കെ ആയിട്ട് ഇടാം കേട്ടോ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ രവീന്ദ്രനും കാറ് കഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സീനല്ലേ കണ്ടത്. അപ്പൊ രാവിലെ തന്നെ രവീന്ദ്രൻ കാറ് കഴിയുമ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട്, അതെ അച്ഛ, കാറ് കഴുകിക്കൊണ്ട് നിന്നാൽ മതിയോ, നമുക്ക് കടയിൽ പോകണ്ടേന്ന് ചോദിച്ചപ്പോ എന്തിനാ കടയിൽ പോകുന്നത്? അത് പിന്നെ അച്ഛ, ഇന്നല്ലേ അച്ഛൻ ഓണർഷിപ്പ് ഏറ്റെടുക്കുന്ന ദിവസം. അച്ഛൻ പെട്ടെന്ന് റെഡിയാകാൻ പറയുമ്പോഴത്തേക്കും ചന്ദ്ര ഇത് കേട്ടോണ്ടിരിക്കും. അപ്പൊ ചന്ദ്ര ചോദിക്കുക, വേണ്ട അതിന്റെ ഒന്നും, ഇങ്ങനെ പറഞ്ഞു, വേണ്ട അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിന് അമ്മയല്ലല്ലോ തീരുമാനിക്കുന്നത്. അച്ഛാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്നലെ ഇതിനെല്ലാം തീരുമാനം ഉണ്ടാക്കിയതല്ലേ അച്ഛൻ തന്നെയാ ഇനി ഓണർഷിപ്പ് ഏറ്റെടുക്കേണ്ട ആള്, അച്ഛൻ തന്നെ ഇനി കടയുടെ മുതലാളി. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലേ അവൻ എന്തെങ്കിലുമൊക്കെ പഠിക്കത്തുള്ളൂ, അല്ലാതെ അവന്റെ രീതിക്ക് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ശരിയാവത്തില്ല അച്ഛാ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് പോയി റെഡിയാകാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ഒരു മടിയുണ്ട് കേട്ടോ. രവീന്ദ്രൻ ചോദിച്ചു, അതെന്തിനാ മോനെ, വേണ്ട, അതിന്റെ ആവശ്യം ഉണ്ടോടാന്ന് ചോദിച്ചപ്പോൾ അതിന്റെ ആവശ്യമുണ്ട്, ഞാൻ പറയുന്ന അച്ഛൻ കേട്ടാൽ മാത്രം മതി. ഇനിയും ഇത് തുടർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പണ്ടത്തെ പോലെ തന്നെ ആവത്തേ ഉള്ളൂ. എന്റെ ചേട്ടനൊക്കെ ശരിയാ, അവന് കുറച്ചെങ്കിലും നന്നാകണമെങ്കിൽ ഇതൊക്കെ വേണം. ആ 50 ലക്ഷം രൂപ അച്ഛൻ ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസയാ, അല്ല വെറുതെ കിട്ടിയ പൈസയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് അതിന് എനിക്കും ശ്രീകാന്തിനും ഒക്കെ അവകാശമുള്ളതാ. അതാ പറഞ്ഞത്, അച്ഛൻ പെട്ടെന്ന് റെഡിയായിട്ട് എന്ത് ചെയ്യും, നമുക്ക് കടയിലേക്ക് പോകാതെ. എന്നിട്ട് നമ്മുടെ സച്ചി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയിപ്പം പോകാതിരിക്കണ്ട എന്ന് ഓർത്തിട്ട് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എന്നാ പിന്നെ ചന്ദ്രയെ നീ റെഡിയാകാൻ പറഞ്ഞപ്പോഴത്തേക്കും, എന്തിനാ രവിയേട്ടാ ഇനിയിപ്പോ ആ കടയിൽ പോകുന്നത്, വേണ്ട അത് ശരിയല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഏതായാലും നീ റെഡിയാകുക, സച്ചി പറയുന്നതിലും കാര്യമൊക്കെ ഉണ്ട്, റെഡിയാകാൻ പറഞ്ഞിട്ട് നമ്മുടെ അങ്ങനെ രവീന്ദ്രനും ചന്ദ്രയും ഒക്കെ കൂടി നേരെ കടയിലേക്ക് പോവുകയാണ് കേട്ടോ. ഈ സമയം പിന്നെ കാണിക്കുന്നത് കടയിൽ ഭയങ്കര മാറ്റങ്ങളൊക്കെ വരുത്തണം, ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്രുതിനെയാണ്. ശ്രുതി ഇങ്ങനെ ബിസിനസിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇനിയിപ്പോ സീസണൊക്കെ ആയിട്ട് വരികയാണ്, അതുകൊണ്ട് തന്നെ പിന്നെ കുറെ ഡീലർഷിപ്പ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇവര് ഭയങ്കര പ്ലാനിങ് ഒക്കെയാണ് കേട്ടോ. പ്ലാനിങ് ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ശ്രീകാന്ത് വർഷയും കയറി വരുന്നത്. ശ്രീകാന്ത് വർഷേനെയും കണ്ടതും പെട്ടെന്ന് ശ്രുതി ഓർത്തു, സാധാരണ നമ്മുടെ വർഷവും ശ്രീകാന്തും ഒക്കെ അങ്ങോട്ടേക്ക് വരണമെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ട് കാണൂല്ലോ. ഇനിയിപ്പം ഇച്ചിരി പണമുള്ള വീട്ടിലെ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും വലിയ വലിയ കാര്യങ്ങളോ വലിയ വലിയ സാധനങ്ങളൊക്കെ മേടിക്കാനാണല്ലോ വർഷ വരാറ്. അപ്പൊ വർഷ വരുന്നത് കണ്ടത് ഇവരുടെ മനസ്സിൽ ലഡു പൊട്ടുന്നുണ്ട്, എന്തെങ്കിലും വലിയ സംഭവത്തിനായിരിക്കും, എന്തെങ്കിലും കാര്യമായിട്ട് പർച്ചേസ് ചെയ്യാനായിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇവരിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ വർഷ വന്ന ഉടനെ തന്നെ പറഞ്ഞു, അല്ല സച്ചേട്ടനും രേവതി ചേച്ചി ഒന്നും വന്നില്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഇല്ല അവരൊന്നും വന്നില്ല. അല്ല എന്താ ശ്രുതിക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ, അയ്യോ ഞങ്ങൾക്കൊന്നും വേണ്ട, അവരിങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞു. അവരിങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, അതെ അവരിങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അല്ല ആന്റി അങ്കിളൊന്നും വന്നില്ല എന്ന് ചോദിച്ചപ്പോൾ, ഇല്ല അവരാരും വന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. ഏതായാലും അവരിപ്പം തന്നെ വരുമായിരിക്കും, ഞങ്ങളോട് ഈ സമയത്ത് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവരിപ്പം തന്നെ വരുമല്ലോ എന്ന് പറഞ്ഞു. ഇപ്പം നമ്മുടെ ശ്രുതിയും പരസ്പരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താന്ന് പിടികിട്ടുന്നില്ല. ഇവര് പെട്ടെന്ന് മറന്നുപോയി, ഇനിയിപ്പം നമ്മുടെ ശ്രുതിനെ മുതലാളി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് അവിടെ രവീന്ദ്രനെ ഇരുത്തു എന്നൊക്കെ പറഞ്ഞ കാര്യം അതപ്പ പറഞ്ഞപ്പോഴുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതങ്ങ് പ്രാവർത്തികമാക്കത്തില്ല, പ്രാബല്യത്തിൽ വരില്ലെന്നൊക്കെയാണ് ഇവർ ഓർത്തത്. ഏതായാലും ഇതേ സമയത്ത് തന്നെയാണ് നമ്മുടെ സച്ചിൻ രേവതിയും അമ്പലത്തിലൊക്കെ പോവാണ് കേട്ടോ. അമ്പലത്തിലൊക്കെ പോയി അവര് അമ്പലത്തിൽ നിന്ന് ഒരു രണ്ട് ഹാരമൊക്കെ മേടിച്ചോണ്ട്, അതായത് പൂമാലയൊക്കെ മേടിച്ചോണ്ട് വരുന്നുണ്ട്. നമ്മുടെ രവീന്ദ്രനെയും ചന്ദ്രനെയും സ്വീകരിച്ച് അവിടെ ഇരുത്താനൊക്കെ ആയിട്ട്. പിന്നെ സച്ചിയുടെ കൂട്ടുകാരൻ മഹേഷും കൂടെയുണ്ട്. അപ്പൊ ഇവര് അമ്പലത്തിലൊക്കെ പോയി ഹാരമൊക്കെ ആയിട്ട് വരികയാണ്. അപ്പൊ അമ്പലത്തിൽ ചെന്നപ്പോ അവിടെ 2 പേരുടെ, അതായത് ഒരു അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി എങ്ങാണ്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നേ. അപ്പൊ അതിനൊക്കെ പങ്കെടുത്തിട്ട് ആ ഹാരം എങ്ങാണ്ടാന്ന് തോന്നുന്നു ഇവര് എടുത്തോണ്ട് വന്നത്. ഏതായാലും ഈ ഹാരം 2 കയ്യിൽ ഇരിപ്പുണ്ട്. ഈ സമയത്ത് രവീന്ദ്രനും വന്നു, നമ്മുടെ ചന്ദ്രയും വന്നു. രവീന്ദ്രനും ചന്ദ്രയും നേരെ ഷോറൂമിലേക്ക് എത്തി. സച്ചി രേവതി എത്തി. അങ്ങനെ എല്ലാവരും എത്തിയ സമയത്ത് നമ്മുടെ സച്ചി വന്നിട്ട് പറഞ്ഞു, അതെ സീറ്റിൽ നിന്ന് അങ്ങോട്ട് മാറ്, അതെ മാനേജരും അതുപോലെ MD ഒക്കെ ഇനിയിപ്പം എല്ലാം ഒരാൾ തന്നെയാണ്, അച്ഛാ സീറ്റിൽ കയറി ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, എടാ മോനെ അത് വേണോന്ന് ചോദിച്ചപ്പോഴത്തേക്കും, പിന്നെ വേണ്ടേ, ഇത്ര കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നിട്ട് അച്ഛാ എല്ലാം പറഞ്ഞ് തീരുമാനിച്ചതാണേ, ഇനിയിപ്പം മാറ്റാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് പെട്ടെന്ന് ആയിക്കോട്ടെ, പെട്ടെന്ന് ആ സീറ്റിൽ കയറി ഇരിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ചന്ദ്രയുടെ മുഖമൊക്കെ അങ്ങ് വല്ലാണ്ടായി. ശ്രുതിക്കും ഒന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയും. അങ്ങനെ ശ്രുതി എന്താ പറയാ, വിളറി വെളുത്ത് നാണം കെട്ട് ചത്ത് ചീഞ്ഞൊരവസ്ഥയിൽ നിൽക്കുക. ശ്രുതിയും അതുപോലെ തന്നെ.
ഈ ഒരു സമയത്ത് നമ്മുടെ വർഷ പറയുന്നുണ്ട്, ഏതായാലും നല്ല കാര്യം, അച്ഛൻ നല്ല അങ്കിൾ ഒരു കാര്യം ചെയ്യുക, അങ്കിള് കയറി ഇരിക്കുക, അങ്കിൾ അവിടെ കയറി ഇരിക്കുക, അങ്കിളിന്റെ സ്ഥാപനം തന്നെയാ ഇത്, അങ്ങനെ കണ്ടാൽ മതി, കാരണം അങ്കിളിന്റെ പൈസയാണല്ലോ, സച്ചേട്ടൻ പറഞ്ഞത് ന്യായമായ കാര്യം തന്നെയാ, അങ്കിള് കയറി ഇരിക്കാൻ പറഞ്ഞിട്ട് സച്ചി തന്നെ നമ്മുടെ സുധീനെ പിടിച്ച് അവിടുന്ന് മാറ്റിയിട്ട് ഒരു ഹാരമൊക്കെ എടുത്തിട്ട് നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട്, ഇനി മുതൽ ഈ കടയുടെ ഓണർ, മുതലാളി അച്ഛനാണ് എന്ന് അവിടെയുള്ള സ്റ്റാഫുകളെല്ലാരെയും വിളിച്ച് ഇങ്ങനെ പറയാണ്, സ്റ്റാഫുകളോടൊക്കെ പറയാണ്, ഇനി മുതൽ നിങ്ങളുടെ മുതലാളി ഈ ഇരിക്കുന്ന സാറ, ഇത് എന്റെ അച്ഛനാ, അപ്പം ഈ അച്ഛനാണ് ഇനി ഇവിടുത്തെ മുതലാളി, MD എല്ലാം അച്ഛൻ തന്നെയാണ്, അച്ഛന്റെ ഓണർഷിപ്പിലായിരിക്കും ഇനി ഇവിടെ മുന്നോട്ടേക്ക് പോവുക, ശമ്പളം എല്ലാം തരുന്നതൊക്കെ അച്ഛൻ തന്നെ ആയിരിക്കും എന്നിങ്ങനെ നമ്മുടെ സച്ചി പറയാണ്. ഇത് കേട്ടപ്പോഴത്തേക്കും എല്ലാവരും പരസ്പരം ഒക്കെ നോക്കുന്നുണ്ട്. സുധിക്കാണെങ്കിൽ ഇതിൽ പരം നാണക്കേട് വേറെ ഒന്നുമില്ല. അവിടെ വലിയ മുതലാളിയൊക്കെ മുതലാളി കളിച്ചല്ല, മുതലാളി തന്നെയാണ്. അപ്പം ആ ഒരു ഇതിൽ നടന്നിട്ട് പെട്ടെന്ന് ഒരു തൊഴിലാളി മാത്രമായി ഒതുങ്ങി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കുന്ന കാര്യമാണോ? അല്ലല്ലോ. ഏതായാലും വല്ലാണ്ട് അങ്ങ് നിൽക്കുകയാണ് ശ്രുതി. ഈ ഒരു സമയത്താണ് നമ്മുടെ അഭിലാഷ് സാർ ഉണ്ടല്ലോ, ഇവർക്ക് കുറച്ച് ഡീലർഷിപ്പ് ഒക്കെ എടുത്തു കൊടുത്ത് അഭിലാഷ് സാറ് ഒത്തിരി പൈസയുടെ ലാഭമൊക്കെ ഉണ്ടാക്കി കൊടുത്ത പുള്ളിക്കാരൻ വരെയാണ്. അപ്പൊ അതായത് ഈ നമ്മുടെ ഈ ഒരു സുധിയുടെ കീഴിൽ കുറെ സബ് ഡീലേഴ്സ് ഉണ്ട്. അപ്പം അവരുടെ പൈസ കളക്ട് ചെയ്തിട്ട് അത് മേടിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന അഭിലാഷ് സാർ ആ ഒരു ടൈമിൽ വരുന്നത്. അങ്ങനെ അഭിലാഷ് സാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഫാമിലി ഫുൾ ഉണ്ട്. അപ്പൊ ഫാമിലിനെ എല്ലാം അറിയാലോ. അഭിലാഷ് സാറിനാണ് സച്ചിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സച്ചിനെയൊക്കെ കണ്ടതും, സച്ചി എപ്പോ വന്നു, ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക്, ഇതെന്താ മാലയൊക്കെ ഇട്ടേക്കുന്നത് രണ്ടുപേരുടെയും കഴുത്തിൽ, നിങ്ങൾ എന്താ എന്തെങ്കിലും ഫംഗ്ഷൻ വല്ലതും ആണോ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, ഫംഗ്ഷൻ ഒന്നും അല്ല, അതെ ഇനി മുതലേ ഈ കടയുടെ ഓണർ എന്റെ അച്ഛനായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പെട്ടെന്ന് അപ്പം സുധി അല്ലേ? അത് പിന്നെ സുധി കടയ്ക്ക് ചേരുന്ന ആളല്ലാത്തത് കൊണ്ട് ഇനിയിപ്പം എന്റെ അച്ഛൻ തന്നെയായിരിക്കും കടയുടെ ഓണർ, അച്ഛനാണ് ഇനിയിപ്പോ ഓണർഷിപ്പ് ഉള്ളത്, അച്ഛനാണ് ഈ കടയിലെ മുതലാളി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് സുധീനെ നോക്കിയിട്ട് അതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ കാരണമെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ആരാ മോന്, സച്ചി കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പൊ ഇതിനിടയിൽ സച്ചി കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഫുൾ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല കേട്ടോ, കാരണം ഈ 50 ലക്ഷം രൂപയുടെ മുഖ്യ കഥയൊന്നും പറയുന്നില്ല, കാരണം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബത്തിന് തന്നെ ഒരു ചീത്തപ്പേര് നാണക്കേടാണ്. അപ്പൊ അത് പറയുന്നത് ശരിയല്ല. അപ്പൊ അതൊന്നും പറയുന്നില്ല, ബാക്കി കാര്യങ്ങളൊക്കെ അത്യാവശ്യം വ്യക്തമാക്കി പറയുന്നു. അപ്പൊ ഇതിനിടയിൽ സുധി അതൊന്നും അയാൾ വലിയ കാര്യം ആക്കി എടുക്കുന്നില്ല കേട്ടോ. ഇതിനിടയിൽ അയാൾ ചോദിക്കുകയാണ്, സുധി പൈസ എന്തിയെ, കുറച്ച് സബ് ഡീലേഴ്സിന്റെ പൈസ തരാനുണ്ടല്ലോ, അപ്പൊ അതൊക്കെ എന്തിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ സാറേ അതിപ്പോ എന്റെ കയ്യിൽ ഇല്ലെന്ന് പറയാം. അപ്പോഴത്തേക്കും അതെന്താ തന്റെ കയ്യിൽ ഇല്ലാത്തത്? അവര് പൈസ തന്നല്ലേ, അവർക്ക് സാധനം കൊടുക്കാനുള്ളതല്ലേ, താൻ എന്താ ഈ പറയുന്നത്? സബ് ഡീലേഴ്സ് പൈസ തന്നാൽ അവർക്ക് സാധനം കൊടുക്കാനുള്ളതാ, അത് നിങ്ങൾ തന്നാൽ വേണം എനിക്ക് സാധനം കൊടുക്കാനായിട്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് പറയാനൊന്നുമില്ല. അപ്പൊ ശ്രുതി അവിടെ നിന്ന് അപ്പ വയ്ക്കും. അപ്പൊ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, എന്തിയെ പൈസ എന്താ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്, നിങ്ങൾ എന്താ ഈ പറയുന്നത്, സബ് ഡീലേഴ്സ് ഒക്കെ ഇടയുമല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണോ സച്ചി, പൈസ ഇല്ല എന്റെ പൊന്ന് സാറേ അവന്റെ കയ്യില്, അവൻ ഒരു പരിപാടി ഒപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ആ പൈസ എടുത്ത് മറിച്ചത് ആ വീടിന് കൊടുക്കാനാണല്ലോ 30 ലക്ഷം രൂപ, ആ വീടിന് കൊടുത്തു എന്ന് പറയാ. ഇത് കേട്ടതും നമ്മുടെ അഭിലാഷ് സാറിന് ദേഷ്യം വന്നിട്ട് അഭിലാഷ് സാർ ചോദിച്ചു, താൻ എന്താ ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടുക, അതുകൊണ്ടല്ലേ താനിപ്പോ മൂക്കും കുത്തി നിലത്ത് വീണ് കിടക്കുന്നത്, ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അതെ സാധാരണ ഞങ്ങളൊക്കെ ബിസിനസ്സുകാരൊക്കെയാ, ഞങ്ങളൊക്കെ ഒരു 10 വർഷം ബിസിനസ് ചെയ്തിട്ടാണ് ഒരു ഫ്ലാറ്റ് പോലും മേടിച്ചത്, എന്നിട്ടാണ് കോടികളുടെ രൂപ മേടിക്കാനായിട്ട് ബിസിനസ് ആയി 2-3 മാസം ആകുന്നതിന് മുമ്പ് കോടികളുടെ രൂപ മുടക്കി വീട് മേടിക്കാൻ പോകുന്നത്. താനെന്താ പൊട്ടനാണോ? അപ്പോഴേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, അതിനെന്താ സാറേ സംശയം, പൊട്ടനാ ഇവൻ, വെറും പൊട്ടനാ, അല്ലെങ്കിൽ പിന്നെ ആ 30 കോടി രൂപ 30 കോടി രൂപ കൊടുത്ത വീട് മേടിക്കുമോ? മാത്രമല്ല അവന് എത്ര രൂപ നഷ്ടം, 30 കോടിയല്ല സോറി 3 കോടി കേട്ടോ, പറഞ്ഞ സംഖ്യ തെറ്റിപ്പോയിട്ടുണ്ട്, ക്ഷമിച്ചേക്കണേ. 3 കോടി രൂപ കൊടുത്ത ആ വീട് മേടിക്കോ? 30 ലക്ഷം രൂപയുണ്ടല്ലോ, അതും മുക്കിക്കൊണ്ട് അയാൾ ഒരു പോക്ക് പോയി, ഇപ്പം കടിച്ചതുമില്ല പിടിച്ചതും ഇല്ലാത്ത ഒരവസ്ഥയാ എന്റെ പൊന്ന് സാറേ എന്ന് പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ അഭിലാഷ് സാറിന് ദേഷ്യം വന്നു കേട്ടോ. അഭിലാഷ് സാറ് പറഞ്ഞു, എന്താടോ താനീ കാണിച്ചു കൂട്ടുന്നത്, എനിക്കൊന്നും അറിയണ്ട, എനിക്ക് സബ് ഡീലേഴ്സിന്റെ പൈസ കിട്ടിയിരിക്കണം, എനിക്ക് അവർക്ക് സാധനം എടുത്ത് കൊടുക്കാനുള്ളത്, എനിക്ക് ആ പൈസ കിട്ടിയിരിക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ട് അഭിലാഷ് സാർ 2-3 വഴക്കൊക്കെ പറഞ്ഞിട്ട്, താൻ വെറും പൊട്ടനാണ്, മന്ദബുദ്ധിയാണ്, താൻ 7 ഡിഗ്രി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, അല്ല കെട്ടിയോൾക്ക് പോലും ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റത്തില്ലേ എന്നൊക്കെ ചോദിച്ചു ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ട് ഇറങ്ങിപ്പോവാ. 30 ലക്ഷം രൂപ കിട്ടിയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങി പോകുന്നത്. ആകെപ്പാടെ നമ്മുടെ സൂര്യ വല്ലാത്ത കുരുക്കിലകപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മുടെ ചന്ദ്രോദയമാണ് കേട്ടോ. അപ്പൊ ചന്ദ്രോദയത്തിൽ ഇതിനെക്കുറിച്ച് ആകെപ്പാട് ഒരു ഡിസ്കസ് ഒക്കെ നടക്കുകയാണ്. അപ്പൊ അങ്ങനെ നടക്കുന്നതിനിടയിൽ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, എല്ലാം സച്ചി നീ കാരണം തന്നെയാണ്, ഞാൻ അഭിലാഷ് സാറിന്റെ മുമ്പിൽ നാണം കെട്ടത് നീ കാരണം തന്നെയാണെന്ന് പറഞ്ഞപ്പോ പിന്നെ എല്ലാം ഇനിയിപ്പോ എന്റെ തലയിൽ കൊണ്ടുവച്ചോ, ഞാൻ കാരണം എന്ത് നാണം കെട്ടെന്നാ നീ പറയാം, നീയും നിന്റെ കെട്ടിയോളും കാരണം ഇതൊക്കെ സംഭവിച്ചതെന്ന് പറയാം. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, ഇനി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു കാര്യം ചെയ്യുക, ഇനിയെങ്കിലും നന്നായിട്ട് ജീവിക്കാൻ നോക്ക്, അടുത്ത മാർഗം എന്താണെന്ന് നോക്ക്. അതല്ല സച്ചി, എനിക്ക് സച്ചിയോട് പറയാനുള്ളത്, ആ 30 ലക്ഷം രൂപ നമുക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരസ്പരം അടിച്ചു ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിയൊന്നും ഇരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. ആ 30 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും തട്ടിക്കൊണ്ട് പോയ ആളുടെ കയ്യിൽ നിന്ന് മേടിക്കണം. അതാ ഇപ്പൊ ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ അതും ഇതും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമുണ്ടോ? സച്ചി നീ അത് തിരക്കിയായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, ഞാൻ തിരക്കിയായിരുന്നു വെച്ചാൽ അയാൾ ഞാൻ അന്വേഷിച്ചായിരുന്നു, കുറച്ച് പേരോടൊക്കെ ഇങ്ങനെ തിരക്കിയിട്ടുണ്ടായിരുന്നു, അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി താമസിക്കാതെ നമുക്ക് കണ്ടുപിടിക്കാം എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് സച്ചി അവിടെ നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ രവീന്ദ്രന്റെ അകത്ത് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നിട്ട് ചന്ദ്ര എന്ത് ചെയ്തു, നേരെ നമ്മുടെ ശ്രുതിയുടെ അടുത്ത് എന്നിട്ട്, നീ ഒറ്റ ഒരുത്തി കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്, അന്ന് നിനക്ക് ഇതൊക്കെ മൂടി വെക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ, എങ്കിൽ ഇതൊക്കെ ഇപ്പൊ സംഭവിക്കുമായിരുന്നു, നീ ഒറ്റ ഒരുത്തി കാരണമല്ലേ ഇപ്പൊ എന്റെ മോൻ ഇതെല്ലാം കേൾക്കേണ്ട ഒരു അവസ്ഥ വന്നതും ഞാൻ നാണം കെടേണ്ട അവസ്ഥ വന്നിട്ട് നീ ഒരു ഒറ്റ ഒരുത്തി കാരണമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിനെ അങ്ങ് കുറ്റപ്പെടുത്താൻ തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി അവിടെ നിന്ന് ചിരിക്കുക. അത്രയും പറഞ്ഞിട്ട് ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നിട്ട് ചന്ദ്ര അങ്ങ് പോയി. അപ്പൊ ശ്രുതിയും അങ്ങ് പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, ഏതായാലും പണ്ട് എന്റെ പൊന്നുമോളെ നീ മാത്രമല്ലേ വഴക്ക് കേട്ടോണ്ടിരുന്നത്, അമ്മയുടെ വായിൽ നിന്ന് നീയല്ലേ ഇവിടെയുള്ള പാട്ട് മുഴുവൻ കേട്ടോണ്ടിരുന്നത്, ഇപ്പൊ എന്തേ നിനക്കൊരു കൂട്ടും കൂടെ ആയല്ലോ, നിനക്കിപ്പം ആരുണ്ട് കൂട്ട്, ശ്രുതിയെടുത്തി പൗഡറെടുത്തി ഉണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അത് നിന്ന് കേൾക്കാണ് കേട്ടോ. അപ്പൊ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവര് അപ്പൊ എനിക്ക് ദോഷം വരുന്നതും എന്നെ എങ്ങനെയെങ്കിലും ഇവര് നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവർ തന്നെയാണ്, ഇവർ എന്നെ എങ്ങനെയെങ്കിലും വട്ടുകളിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവർ എന്റെ സങ്കടം കാണാൻ വേണ്ടി നടക്കുന്നവർ തന്നെയാണ്, ഇവരുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ പരാജയപ്പെട്ടിട്ട് കാര്യമില്ല, എല്ലാവരുടെയും മുമ്പിൽ ജീവിച്ച് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. ഏതായാലും അകത്തേക്ക് കയറിപ്പോയി അവിടെ കട്ടിലേ ചെന്നൊക്കെ ഇങ്ങനെ ഇരിക്കുക. ശ്രുതിക്ക് ആകെപ്പാട് ഒരു എത്തും പിടിയൊന്നും കിട്ടുന്നില്ല. അപ്പൊ ശ്രുതി കയറി വന്നിട്ട് ഇനി എന്താ ശ്രുതി ചെയ്യേണ്ടത്, ആകെ മൊത്തത്തില് നമ്മള് നാണം കെട്ട് നിൽക്കുന്ന അവസ്ഥയാ. നിനക്കറിയാലോ, ഇന്ന് ഞാനാണെങ്കിൽ അഭിലാഷ് സാറിന്റെ മുമ്പിൽ നാണം കെട്ടു, സ്റ്റാഫുകളുടെ മുമ്പിൽ നാണം കെട്ടു, നമ്മുടെ സ്വപ്നമല്ലായിരുന്നു ആ കട നമ്മളിൽ നിന്ന് പോകുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്റെ പൊന്നു സുദീപ്, അതൊന്നും അല്ല ആലോചിക്കേണ്ടത്, നമ്മളിപ്പോ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ഇതെല്ലാം തിരിച്ചു പിടിക്കണമെങ്കിൽ, മാത്രമല്ല നമുക്ക് പഴയൊരു ബഹുമാനവും അതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഇനി ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അയാളെ കണ്ടുപിടിക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് ആ 30 ലക്ഷം രൂപയും കൊണ്ടുപോയ അയാളെ കണ്ടുപിടിച്ച് ആ 30 ലക്ഷം രൂപ മേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അത് അച്ഛന് കൊടുക്കണം, എങ്കിൽ മാത്രമേ ഇവിടെയുള്ള എല്ലാവരുടെയും ഒരു ബഹുമാനം നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കും ആ 30 ലക്ഷം രൂപ അച്ഛന് കൊടുക്കാനോ, അതെങ്ങനെ ശരിയാകും, സബ് ഡീലേഴ്സ് ഒക്കെ തന്ന പൈസയല്ലേ അത്, അതിന് സാധനം കൊടുക്കാനുള്ളതല്ലേ, അപ്പൊ പൈസ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോഴത്തേക്കും, എന്റെ പൊന്നു സ്തുതി, ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടരുതേ, ഞാൻ പറയുന്നത് ഇനിയെങ്കിലും ഒന്ന് കേക്ക്, ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേട്ടിട്ടൊന്ന് പ്രവർത്തിക്കാൻ നോക്ക്, അല്ലാതെ ഇങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ജീവിതം മുന്നോട്ടേക്ക് പോകത്തില്ല, എടുത്തു ചാടി ഒന്നും ചെയ്യരുത് എന്നിങ്ങനെ സ്തുതി പറയുകയാണ് കേട്ടോ. ഏതായാലും ഈ ഭാവമൊക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ കഥ ഇന്നലത്തെ ബാലൻസ് കഥയാണ്, നമുക്ക് ഇന്ന് കഥയില്ല കേട്ടോ, ഇതിപ്പം തിങ്കളാഴ്ച വരുന്ന കഥയാണ്, നമുക്ക് ഇന്നത്തെ കഥയും നാളത്തെ കഥയും ഇല്ല, ഇത് തിങ്കളാഴ്ച വരുന്ന കഥയാണ്. നെക്സ്റ്റ് വീക്ക് പ്രേമോ, അതായത് അടുത്ത ആഴ്ചയിലെ ഫുൾ വിശേഷം നമ്മൾ ഒരു പാർട്ടായിട്ട് ഇടാം കേട്ടോ. അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പം നമ്മൾ ഒരു സമ്മാനത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പം നാളെ നമ്മൾ ലൈവായിട്ട് തിരഞ്ഞെടുക്കുന്നതായിരിക്കും കേട്ടോ. കമന്റ് ബോക്സിൽ ഉള്ള ഒരാളെ നമ്മൾ ലൈവായിട്ട് തന്നെ നാളെ ഈ ചാനലിൽ തന്നെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് ഈ ഒരു അവസരം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫുള്ള് വീഡിയോ വാച്ച് ചെയ്തിരിക്കണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നാളെ നമ്മൾ ലൈവായിട്ട് തന്നെ ഒരാളെ സെലക്ട് ചെയ്തിട്ട് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും തന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ.